അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ-ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി മുസ്തഫക്ക് പറയാനുള്ളത് ദാരിദ്ര്യത്തെ മഹത്വവൽക്കരിച്ചുകൊണ്ട് സമ്പന്നത അല്ലെങ്കിൽ സമ്പത്ത് സമ്പാദിക്കുന്നത് വളരെ മോശപ്പെട്ട സംഗതിയാണ് എന്ന് വരുത്തി തീർക്കാൻ പുരോഹിതന്മാർ കെട്ടിണ്ടാക്കിയ ഹദീസുകൾ. ഈ ഹദീസുകളുമായി ബന്ധപ്പെട്ടുള്ള മുസ്തഫയുടെ പരാമർശത്തിന് വിധേയമായ അധിക്ഷേപത്തിന് വിധേയമായിട്ടുള്ളൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഒരു രാത്രി ഒരു സഹാബി, രാത്രിയോ പകലോ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഹദീസിൽ പറയില്ല എന്നുള്ളതാണ്. രാത്രിയോ പകലോ എന്നാണ് ഹദീസിലെ പ്രയോഗം. ഒരു സഹാബിയുടെ വീട്ടിൽ ചെന്ന സംഭവമാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ സമ്പത്ത് ശേഖരിക്കുക എന്നതിനെ അധിക്ഷേപിക്കുകയും ദാരിദ്ര്യത്തെ മഹത്വവൽക്കരിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അതാരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് സൂഫി കാഴ്ചപ്പാടുള്ള ആളുകളാണ്. മുസ്തഫയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് മൂപ്പർ സൂഫിസത്തെ വല്ലാതെ പുകഴ്ത്തി പറയുമ്പം തന്നെ ഈ സൂഫികൾ വരുത്തി വച്ചിട്ടുള്ള വിനകൾ അല്ലെങ്കിൽ ഇസ്ലാമിന് വരുത്തി വച്ചിട്ടുള്ള മാരകമായിട്ടുള്ള പ്രഹരങ്ങൾ, ഇസ്ലാമിൻ്റെ ആത്മാവിന് വിരുദ്ധമായി ഇസ്ലാമിൻ്റെ അന്തസ്സത്തക്ക് വിരുദ്ധമായി അവർ കൈക്കൊണ്ടുള്ള നിലപാടുകൾ, ഇതൊന്നും വിമർശിക്കാനും ചോദ്യം ചെയ്യാനും ഒന്നും മുസ്തഫ മുൻകൊടുവില്ല. മുസ്തഫക്ക് ആകെയിൽ വേണ്ടത് ഹദീസുകൾ തകർന്നടിഞ്ഞു കിട്ടണം. എന്നാലോ തനിക്ക് വേണ്ട ഹദീസുകൾ ഉപരി ഉദ്ധരിക്കുകയും ചെയ്യും. അത് എവിടെ നിന്നാണ് എടുക്കുന്നത്? വഹ്യ് കിട്ടണമെന്ന് തോന്നുന്നുണ്ട്. കാരണം ബുഖാരി, മുസ്ലിം, സിഹാഹുസിത്തയുടെയോ മറ്റ് മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നാണ് താനിത് എടുത്തതെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ചോദ്യം വരുമല്ലോ. അല്ല സാഹിബേ, ഈ കിതാബുകളൊക്കെ ഒരു ഗൂഢാലോചനയിലൂടെ രേഖപ്പെടുത്തി എഴുതിയുണ്ടാക്കിയ ഹദീസുകളാണെന്നാണല്ലോ താങ്കൾ പറയുന്നത്. അപ്പോൾ പിന്നെ ബുഖാരി, സഹീഹ് ബുഖാരിയിൽ നിന്ന് സഹീഹുൽ മുസ്ലിമിൽ നിന്നൊക്കെ തങ്ങളെങ്ങനെയാണ് ഇങ്ങനെ ഹദീസ് ഉദ്ധരിക്കുക? ആ ചോദ്യത്തിന് മറുപടി ഉണ്ടാവില്ല. അതുകൊണ്ട് ഏത് കിതാബിൽ നിന്നാണ് ഹദീസ് ഉദ്ധരിച്ചതെന്ന് മൂപ്പർ പറയുക. അപ്പോൾ മൂപ്പർക്ക് വഹ്യ് ഉണ്ടാവണം. അല്ലാതെ ഈ ഹദീസ് എവിടെ നിന്നാണ് കിട്ടുക? അപ്പോൾ അതിൽ ഗിനൻ നഫ്സ്, ഐശ്വര്യമെന്ന് പറയുന്നത് മനസ്സിൻ്റെ ഐശ്വര്യമാണ്. അതുപോലെ ഖനാഅത്ത് സംബന്ധമായി ഹദീസിലുണ്ടെന്നൊക്കെ മൂപ്പർ അതിന് സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ ഹദീസുകളുമൊക്കെ ഈ പുരോഹിതന്മാരെ എഴുതിയുണ്ടാക്കിയതാണെന്നുള്ളതാണ് വസ്തുത. അപ്പോൾ മുസ്തഫ ചെയ്യേണ്ട ഒരു സംഗതി ഉണ്ട്. ഈ പുരോഹിതന്മാരുണ്ടാക്കിയിട്ടുള്ള ഈ ഹദീസുകളിൽ നിന്ന് താൻ ഉദ്ധരിക്കുന്ന ഹദീസുകൾ പുരോഹിതന്മാരല്ലാത്ത മറ്റാരാണ് തനിക്ക് ഇഷ്ടപ്പെട്ട അംഗീകരിക്കാൻ കഴിയുന്ന ഏത് മഹാനായിട്ടുള്ള മനുഷ്യനാണ് രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്? ഇത് നബിയിൽ നിന്ന് ഉദ്ധരിച്ചു വന്നിട്ടുള്ളതാണോ? നബിയിൽ നിന്ന് അങ്ങനെ ഹദീസ് ഉദ്ധരിച്ചു വരാനുള്ള യാതൊരു സാധ്യതയില്ലല്ലോ. അപ്പോൾ എവിടെ നിന്ന് കിട്ടി ഹദീസ്? ഇനി സ്വീകാര്യമായ ഹദീസ്, എല്ലാ ഹദീസും ഞാൻ നിഷേധിക്കുന്നില്ല. ഹദീസ് ചരിത്രമാണ് എന്നും എളുപ്പം പറയും. എന്നാൽ ഈ സ്വീകാര്യമായ ഹദീസ് ഏതൊക്കെയാണ്, അസ്വീകാര്യമായത് ഏതൊക്കെയാണ്? ഈ അസ്വീകാര്യം എന്ന് പറയുന്നത് തള്ളാനുള്ള മാനദണ്ഡമെന്നാണ്, ഹദീസ് സ്വീകരിക്കാനുള്ള മാനദണ്ഡമാണെന്നൊക്കെ മുസ്തഫ ഒന്ന് വ്യക്തമാക്കേണ്ടതാണ്. ഒരു മാനദണ്ഡമില്ലാതെ എങ്ങനെയാണ് ഇതൊക്കെ പിന്നെ കൈകാര്യം ചെയ്യാം? പൗരാണികരായിട്ടുള്ള ഹദീസ് പണ്ഡിതന്മാർ ഇതൊക്കെ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിലെ സഹീഹ്, ദഈഫ്, ഹസന്, അതുപോലെ തന്നെ മഖബൂൽ, മർദൂദ്, ഇങ്ങനെ പല പേരുകളും അറിയപ്പെടുന്ന ഹദീസുകളെ സംബന്ധിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ള മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം അനുസരിച്ചാണ് അവർ ഹദീസ് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. മുസ്തഫ ഏത് മാനദണ്ഡമാണ് ഇതിൽ അംഗീകരിക്കണമെന്ന് മുസ്തഫ പറയണം. അല്ലാതെ ഈ കാറ്റാടി യന്ത്രത്തോട് യുദ്ധം ചെയ്ത ഡോൺ ക്വിക്സോട്ടിൻ്റെ ഈ സമീപനമായിട്ട് പോണത് വലിയ അബദ്ധമാണ്. അതൊരു തരം തണ്ടോപ്പിത്തരം എന്നാണ് അതിന് പറയാം, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ. പിന്നെ അദ്ദേഹം അധിക്ഷേപിക്കുന്നൊരു ഹദീസുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ്.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത്ത യൗമിൻ ഔ ലൈലത്തിൻ എന്നാണ് ഹദീസിലെ പ്രയോഗം. ഒരു രാത്രി അല്ലെങ്കിൽ ഒരു പകൽ. ഇതന്നെ രാത്രി പറഞ്ഞാൽ മുസ്തഫൻ്റെ കാഴ്ചപ്പാടിൽ നട്ടപ്പാതിര എന്നൊക്കെ പറയുന്നത് എഴുന്ന് കിട്ടിയാന്നൊന്നും നമുക്കറിയില്ല. രാത്രി എന്ന് പറയുന്നത് നട്ടപ്പാതിര ആവണമെന്നില്ല. രാത്രി മഗ്‌രിബ് മുതൽക്കൊക്കെ രാത്രിയാണ്, പ്രഭാതം വരെ. അപ്പോൾ ഈ രാത്രിയുടെ ഏത് സമയത്തും ആവാം. അത് മിക്കവാറും രാത്രിയുടെ ആദ്യയാമത്തിലാകാൻ തന്നെയാണ് സാധ്യത. കാരണം ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ആദ്യത്തിൽ ചെയ്യേണ്ട ഒരു സംഗതിയാണ്. പിന്നെ ഉറങ്ങുക എന്നുള്ളതാണ് അവസാന ഘട്ടത്തിൽ ചെയ്യുക. പിന്നെ പാതിരാ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തിറങ്ങിയായിട്ട് ഭക്ഷണം തേടി നടക്കലുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുക ചെയ്യുക. അത് ഖുർആൻ സൂറത്ത് മുസമ്മിലും അതുപോലെ സൂറത്ത് ഇസ്രായേലിൽ നബിയോടുള്ള കൽപ്പനയായിട്ടൊക്കെ വന്നിട്ടുള്ളതാണ്. അടക്കട്ടെ, അതൊക്കെ മുസ്തഫ പരിഹസിച്ച് തള്ളുന്ന ചില സംഗതികളാണ്. അവർക്ക് നിസ്കാരത്തിൽ വല്ല താല്പര്യമൊന്നുമില്ല. മുസ്ലിങ്ങളെ നിസ്കരിക്കാൻ പഠിപ്പിക്കുകയാണെന്ന് ഈ നോൺ ക്രിസ്തോട്ടിനോടുള്ള ഈ യുദ്ധത്തിൻ്റെ, അതായത് നിയലിനോട് യുദ്ധം ചെയ്യുന്ന ഈ പ്രസംഗത്തിന് മുസ്തഫ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഹദീസിലുള്ളത് ദാത്ത യൗമിൻ ഔ ലൈലത്തിൻ എന്നാണ്. ഒരു പകൽ അല്ലെങ്കിൽ ഒരു രാത്രി. അത് കൃത്യമായിട്ട് അതിൻ്റെ സമയമൊന്നും പറയുന്നില്ല. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട് നബി ഇറങ്ങി വന്നപ്പോൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, മാ ഖറജകുമാ മിൻ ബുയൂത്തികുമാ ഹാദിഹി സാ, ഈ സമയത്ത് നിങ്ങൾ പുറത്ത് വരാൻ കാരണം എന്താണ്? സാധാരണഗതിയിൽ പുറത്ത് വരാത്തൊരു സമയമാണത്. ഒന്നുകിൽ ഇശാ നിസ്കരിച്ച് വീട്ടിൽ അടങ്ങിക്കൂടുന്ന സമയം, അല്ലെങ്കിൽ ഉച്ച സമയത്ത്. അതിന് മുമ്പാണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ആളുകൾ പുറത്തിറങ്ങുന്ന സമയമാണ്. അപ്പോൾ ഉച്ച സമയത്താവാനാണ് ഈ ഹദീസിലെ മറ്റ് പരാമർശങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിന് സാധ്യത. അപ്പോൾ അവർ പറഞ്ഞു, ലാ കാലാൽ ജോ യാ റസൂലുള്ളാഹ്, വിശപ്പാണ് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ മുസ്തഫൻ്റെ ചോദ്യം, വീട്ടിലൊന്നുമില്ലാത്ത തീർത്തും പട്ടിണിയായിട്ടുള്ളൊരവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബിമാർക്കും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബിമാരുടെയും ആ കാലഘട്ടത്തിലുള്ള ജീവിതം, അത് പഠിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾക്ക് ഇങ്ങനെയുള്ളൊരു സംശയം ഉണ്ടാവില്ല. കാരണം ഇവരൊക്കെ അത്യാവശ്യത്തിന് അന്നം തേടി പോണ ആളുകൾ തന്നെയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആയാലും അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയാലും കച്ചവടമോ അതുപോലുള്ള മറ്റ് വൃത്തികളിലൊക്കെ ഏർപ്പെടുന്നവരാണ്. പക്ഷേ മദീന എന്ന് പറയുന്നത് പലപ്പോഴും ശത്രുക്കളുടെ കടന്നാക്രമണത്തിന് തയ്യാറായി ശത്രുക്കൾ വരുന്ന യുദ്ധമുഖരിതമായിട്ടുള്ളൊരു സാഹചര്യമാണ് മദീനയിലെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ എല്ലായ്പ്പോഴും അവർക്ക് ജോലിക്ക് പോകാൻ അല്ലെങ്കിൽ കച്ചവടത്തിന് പോകാൻ കഴിയില്ല. അപ്പോൾ ചിലപ്പോഴെങ്കിലും വീട്ടിൽ പട്ടിണി ഉണ്ടാവാം. അത് ചിലപ്പോൾ വീട്ടിലൊരു ഭക്ഷണം കിട്ടാത്ത അവസ്ഥ ഉണ്ടാവാം. ഈ സാധ്യതകൾ ഒരിക്കലും ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് നിഷേധിക്കാൻ കഴിയാത്ത സംഗതിയാണ്. അങ്ങനെയാണ് അവർ വിശന്നിട്ട് വീട്ടിലൊന്നുമില്ലാതെ പുറത്തിറങ്ങി വരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ഞങ്ങളെ വിശപ്പാണ് ഞങ്ങൾ പുറത്തിറാൻ കാരണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലഅഖ്റജനി അല്ലദീ അഖ്റജകുമാ, നിങ്ങളെന്താണോ പുറത്ത് വരാൻ കാരണം അത് തന്നെയാണ് ഞാനും പുറത്ത് വരാൻ കാരണം. അപ്പോൾ മുസ്തഫക്കുള്ള സംശയം, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ രണ്ട് സഹാബിമാരും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഒരു അൻസാരിയുടെ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇത് മനുഷ്യർ തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാളുടെ വീട്ടിലേക്ക് അസമയത്ത് കടന്നു വരാൻ പറ്റുമല്ലേ. വീട്ടിലേക്ക് കടക്കണമെങ്കിൽ സമ്മതം ചോദിക്കണം. പക്ഷേ വീട്ടിൻ്റെ മുറ്റത്തിലെ വന്നിട്ട് ചോദിക്കാമല്ലോ സമ്മതം. അങ്ങനെ ഒരു വീട് സന്ദർശിക്കാൻ പറ്റുമല്ലോ എന്നുള്ളത് അത് മനുഷ്യൻ്റെ ഹൃദയബന്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു എന്നുള്ള വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മാഹു അഷിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും, തങ്ങൾക്കിടയിൽ വളരെ കാരുണ്യത്തോടു കൂടി വർത്തിക്കുന്നവരായിരുന്നു മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉണ്ടായിരുന്ന ആളുകൾ. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹാബിമാരോടുണ്ട്, സഹാബിമാർക്ക് നബിയോടുണ്ട്, നബിയുടെ സഹാബിമാർക്ക് പരസ്പരമുണ്ട്. അപ്പോൾ ഒരു പ്രയാസം ഉണ്ടാകുമ്പം അവർ പരസ്പരം ബന്ധപ്പെടുകയും ആ പ്രയാസം ദൂരീകരിക്കാനുള്ള മാർഗം അന്വേഷിക്കുകയും ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സംഗതിയാണ്.
അത് ആ കാലത്ത് മാത്രമല്ല, ഈ കാലത്തും അങ്ങനെയൊക്കെ തന്നെയാണ് മനുഷ്യർ ചെയ്യാറുള്ളത്. സാമൂഹിക പ്രതിബദ്ധത ഉള്ള സമൂഹവുമായി ബന്ധപ്പെടുന്ന മനുഷ്യന്മാർ അങ്ങനെയൊക്കെ ചെയ്യും. മനുഷ്യന് എല്ലാ സമയത്തും സമ്പത്തുണ്ടായാൽ പോലും വീട്ടിൽ ചിലപ്പോൾ അരി വാങ്ങാനുള്ള കാശുണ്ടായിക്കോളണം, അല്ലെങ്കിൽ അരിയോ ഗോതമ്പൊന്നും ഉണ്ടായിക്കോളണമെന്നൊന്നുമില്ല. കാരണം മനുഷ്യൻ്റെ അവസ്ഥ പറഞ്ഞത് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിൽപ്പെട്ട ഒരവസ്ഥയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമായി ഇവർക്കും സംഭവിച്ചിട്ടുള്ളത്. ഇത് കേവലം ഒരു കഥയായി തള്ളുന്ന മുസ്തഫയെ പോലുള്ള ആളുകൾക്ക് കഥയായി തള്ളാം. അതേവസരം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ അവർക്ക് വലിയ ഗുണപാഠമുണ്ട് എന്നുള്ളതാണ് അവസ്ഥ. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, എന്നാ കൂമു, നമ്മൾ പോവാം. അങ്ങനെ ഇപ്പോൾ കാമു മാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ അവർ പോയി. അത്ത റജുലം മിനൽ അൻസാരി, ഒരു അൻസാരിയുടെ വീട്ടിൽ അടുത്ത് ചെന്നു. വൈദാഹു ലൈസഫി ബൈത്തി, അപ്പോൾ അൻസാരി വീട്ടിലില്ല. ഫലമ്മാ റഅത്തുഹുൽ മർഅത്തു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ അൻസാരിയുടെ ഭാര്യ കണ്ടപ്പോൾ കാലത്ത് അവർ പറഞ്ഞു, മർഹബൻ വാഹിലൻ, സ്വാഗതം സ്വാഗതം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഈ കയറി വരുന്നത്. അപ്പോൾ ആ വീട്ടിൽ ആ ആളുകൾക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടാവുമെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. അപ്പോൾ അതുകൊണ്ട് ആ പെണ്ണ്, ഭർത്താവ് വീട്ടിലില്ലാതിരിക്കാൻ തന്നെ ആ പെണ്ണ് അവരെ സ്വാഗതം ചെയ്തിട്ട് അഹിലം വ സഹിലൻ, അല്ലെ മർഹബം വാഹില എന്ന് പറഞ്ഞു. അങ്ങനെ ഫഖാലലഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ ചോദിച്ചു, അയിന ഫുലാൻ, എവിടെ പോയി വീട്ടുകാരനെന്ന് ചോദിച്ചു. അപ്പോൾ കാലത്ത് ദഹബ യസ്തഅദിബു ലനാ മിനൽ മായി, വെള്ളം കൊണ്ടുവരാൻ പോയതാണ്. അപ്പോൾ ഈ വെള്ളം കൊണ്ടുവരാൻ പോയി എന്ന ഈ പ്രയോഗത്തിലുള്ളത് കൊണ്ട് ഇത് രാത്രിയാവാൻ യാതൊരു സാധ്യതയില്ല. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ രാത്രിയിൽ വെള്ളം തേടി പോകുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു സംഗതിയാണ്. അപ്പോൾ പകലാണ് ഈ സംഭവം നടക്കുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വീട്ടിൽ കയറിയിരുന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സ്ത്രീയുമായിട്ട് ഈ ഭർത്താവ് എവിടെ പോയെന്ന് ചോദിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇത് ജാൽ അൻസാരി കയറി വന്നു. ഫനദറ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബൈഹി, അദ്ദേഹം നബിയെയും രണ്ട് കൂട്ടുകാരെയും കണ്ടു. അപ്പോൾ നബിയെയും രണ്ട് കൂട്ടുകാരെയും കണ്ടപ്പോൾ അൻസാരി എന്താ പറഞ്ഞത്, അൽഹംദുലില്ലാഹി മാഹദുനിൽ യൗമ അക്രമ അളിയാഫം മിന്നീന, ഇന്ന് എന്നെക്കാൾ വലിയ വിരുന്നുകാരെ, അതിഥികളെ കിട്ടിയ ആരും ഇന്ന് ലോകത്തില്ല. അങ്ങനെ അദ്ദേഹം ഒരു കൊല കാരക്ക ഈത്തപ്പഴം, അത് പൂർണ്ണമായിട്ട് പഴുത്തിട്ടില്ലാത്ത എന്നാൽ കരിമ്പഴുക്ക ഒരു കൊല ഈത്തപ്പഴം പറിച്ചു കൊണ്ടുകൊടുത്തു. അത് തിന്നാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഒരു ആടിനറക്കാൻ പോവുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഇയ്യാക വൽ ഹലൂബ്, കറവുള്ള ആടിനെ കറക്കരുത്. ഈ ഹദീസ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് സാമ്പത്തിക രംഗത്ത് അവർ കൈക്കൊള്ളേണ്ട അച്ചടക്കം പഠിപ്പിക്കുന്ന ഒരു ഹദീസ് കൂടിയാണ്. അതായത് വരുമാനം ഉണ്ടാക്കാവുന്ന മാർഗങ്ങൾ നശിപ്പിച്ചുകൊണ്ടാവരുത് ഒരിക്കലും അതിഥികളെ സൽക്കരിക്കുന്നതായാലും മറ്റു കാര്യങ്ങളായിരുന്നാലും. അങ്ങനെ ഏതായിരുന്നാലും അദ്ദേഹം ആടിനെ അറുത്ത് അത് ചുട്ട് നബിയുടെയും രണ്ടാളുടെയും 3 അതിഥികളുടെ മുമ്പിൽ കൊണ്ടുവച്ചു. അവരത് തിന്നു. തിന്നതിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നുണ്ട്, ഇത് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. വല്ലദീ നഫ്സി ബിയദിഹി ലതുസ്അലുന്ന അൻ ഹാദൻ നഈമി യൗമൽ ഖിയാമ, ഈ അനുഗ്രഹത്തെ പറ്റിയും പരലോകത്ത് നിങ്ങൾ ചോദ്യം ചെയ്യപ്പോൾ. ഇതാണ് മുസ്തഫക്ക് പിടിക്കാതെ പോയത്. ഭക്ഷണം കഴിച്ചാൽ ചോദ്യം ചെയ്യുമെന്നാണ്. ഈ നഈം എന്ന് പറഞ്ഞാൽ ഇത് ഹദീസിൽ വന്നത് മാത്രമാണെന്നാണ് മൂപ്പര വിചാരം. ഇത് ഖുർആനിലെ സൂറത്ത് തകാസുറിൽ പറഞ്ഞിട്ടുള്ള ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, നിങ്ങൾ അനുഭവിക്കുന്ന ഈ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മളോട് ചോദ്യം ചെയ്യുമെന്നുള്ളത് ഖുർആൻ പറഞ്ഞതാണ്. അതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിച്ചിട്ടുള്ളതും. അതിൻ്റെ നേരെ പരിഹാസോക്തിയായിട്ട് നടക്കേണ്ട ഒരു കാര്യമില്ല. എന്ന് പറഞ്ഞാൽ മുസ്തഫക്ക് ഇതൊന്നും അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. ഖുർആനിൽ പറഞ്ഞാണെങ്കിലും വേണ്ടില്ല, ഹദീസിൽ വന്നാണെങ്കിലും വേണ്ടില്ല. തൻ്റെ ഇംഗിതത്തിന് യോജിക്കാത്തതൊക്കെ തള്ളിക്കളയാന്നുള്ളതാണ് മുസ്തഫയുടെ രീതി എന്ന് പറയുന്നത്. അത് ആണ് നബിയോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഖുർആനിൻ്റെ അകമ്പൊരുളായിട്ട് മുസ്തഫ കൊണ്ടുനടക്കണമെന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്തഫ ഖുർആനല്ല അംഗീകരിക്കുന്നത് എന്നും തൻ്റെ ധർമ്മമാണ് മുസ്തഫ കൊണ്ടുനടക്കണമെന്നുള്ളതിന് വളരെ വ്യക്തമായിട്ടുള്ളൊരു തെളിവ് കൂടിയാണ് മുസ്തഫയുടെ ഇത്തരത്തിലുള്ള ഉക്തികൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.